അഡ്വക്കേറ്റ് സേനാപതി വേണു, ഈ പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു പ്രതികരണം സ്വാഭാവികമാണ്. ഇപ്പോൾ ലോക്സഭാ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ രാഹുൽ പ്രതികരിക്കുമായിരിക്കാം, ഖാർഗെ ഇത് പ്രതീക്ഷിച്ചതാണ് എന്ന് പറയുമായിരിക്കാം. പക്ഷേ പ്രിയങ്ക പ്രതികരിച്ചത് എങ്ങനെയെന്ന് അങ്ങ് കേട്ടോ? ഞാനൊന്നും അറിഞ്ഞില്ല, ഒന്നും കേട്ടില്ല എന്നാണ്. എന്തൊരു കഷ്ടമാണ്. ഒരു പ്രതികരണത്തിന് പോലും മനസ്സ് വയ്ക്കുന്നില്ലെങ്കിൽ ഡൽഹിയിൽ നടന്നതൊന്നും അറിയുന്നില്ല എന്ന് നടിക്കുന്നത് എന്തിനാണ്? പ്രിയങ്ക ഗാന്ധി ഇന്ന് വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ സന്ദർശനത്തിന് വേണ്ടി അവർ വരുന്നു. അവര് രാവിലെ വിമാനത്തിൽ വന്നിറങ്ങുമ്പോൾ എന്താണ് ഡൽഹിയിൽ അത് മനസ്സിലാക്കട്ടെ. അവർ മനസ്സിലാക്കിയതിന് ശേഷം അവർ വൈകുന്നേരം ഇന്ന് സ്വാഭാവികമായിട്ടും ഇപ്പൊ അതിന് ശേഷം അവരോട് പത്രക്കാർ ചോദിച്ചു, അത് പഠിച്ചതിന് ശേഷം ആ കാര്യത്തെക്കുറിച്ച് പ്രതികരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കാര്യം അവർ പ്രതികരിക്കുകയും ചെയ്യും. അതല്ലല്ലോ നമ്മുടെ മുമ്പിലുള്ള വിഷയം. നമ്മുടെ മുമ്പിലുള്ള വിഷയം എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടാണ്. ഞാനിവിടെ ജയദേവ് പറഞ്ഞ ഒരു കാര്യത്തിന് ഒരു അദ്ദേഹത്തോട് തന്നെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോ കോൺഗ്രസിന്റെ ഭരണം മോശമായതുകൊണ്ട് ഞങ്ങളെ മാറ്റി, ഓക്കെ, ഞങ്ങളത് സമ്മതിക്കുന്നു. അപ്പൊ നിങ്ങളെ ജനങ്ങൾ എന്തുകൊണ്ടാണ് മാറ്റിയത്? നിങ്ങൾ നല്ല ഭരണമാണ് കഴിഞ്ഞ 10 കൊല്ലക്കാലം കാഴ്ചവെച്ചത് എങ്കിൽ നിങ്ങളെ ജനങ്ങൾ മാറ്റേണ്ടതായിട്ടില്ല. അപ്പോ നിങ്ങൾക്ക് അവിടെ സദ്ഭരണം കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, നിങ്ങളിൽ പ്രതീക്ഷ അർപ്പിച്ച, ഞാനത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു, കോൺഗ്രസിനെതിരെ നിങ്ങൾ ഈ അഴിമതി ആരോപണങ്ങളും അതേ രീതിയിൽ ഒരു മുഖ്യമന്ത്രിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് നിങ്ങൾ നടത്തിയിട്ടുള്ള നിന്ദ്യവും നീചവുമായ ആരോപണങ്ങൾ, ആ ആരോപണങ്ങളുടെ പിൻബലത്തിൽ നിങ്ങൾക്ക് അധികം കാലം പിടിച്ചു നിൽക്കാൻ പറ്റില്ല. കാരണം ആദ്യത്തെ ഒരു തെരഞ്ഞെടുപ്പിൽ, രണ്ടാമത്തെ ഒരു തെരഞ്ഞെടുപ്പിൽ, പക്ഷേ മൂന്നാമത്തെ ഒരു തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കേണ്ട കാര്യങ്ങൾ കാണിച്ചു കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞില്ല. അത് കഴിയാതെ വന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ തെരഞ്ഞെടുപ്പിനെ നയിച്ച നിങ്ങളുടെ തലവൻ തന്നെ യുദ്ധത്തിൽ പരാജയപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നു. ആ സ്ഥിതിവിശേഷം ഉണ്ടായതിന്റെ കാരണം അത് മറ്റൊന്നുമല്ല, നിങ്ങൾ അഴിമതിക്കെതിരെയുള്ള പോരാടുന്ന ഒരു പാർട്ടി എന്ന പേരിൽ രൂപം കൊണ്ടുവന്നത്. നിങ്ങൾ അങ്ങനെ വെയിൽ കൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ആൾ, ഞാൻ ഉദ്ദേശിച്ച ആം ആദ്മി പാർട്ടി, നിങ്ങൾ അങ്ങനെ ഒരു സമരത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ടോ ഏതെങ്കിലും കഷ്ടപ്പാടുകളോ ബുദ്ധിമുട്ടുകളോ പാർട്ടി പ്രവർത്തകർ ഒന്നും അനുഭവിച്ചു വന്നവരല്ല. നിങ്ങൾ ഷീലാ ദീക്ഷിത് അഴിമതിക്കാരിയാണ്. അത് അഴിമതി മാറ്റാനായി ഞങ്ങളെ വരണം. അണ്ണാ ഹസാരെ പോലുള്ള ചില സാമൂഹ്യ പ്രവർത്തകരുടെ പേര് പറഞ്ഞുകൊണ്ടുള്ള ചില ആളുകളുടെ കൂട്ടത്തിൽ നിങ്ങൾ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു. ആ രാഷ്ട്രീയ പാർട്ടി അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അധികാരത്തിന്റെ സുഖസൗകര്യങ്ങൾ നുണയുക എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് ജനങ്ങൾക്ക് വേണ്ടി കാര്യമായിട്ടൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. അതാണ് ഇവിടെ എല്ലാവരും സൂചിപ്പിക്കുന്ന ചപ്പലിട്ട് നടന്നയാള്, അല്ലെങ്കിൽ വാഗണർ കാറിൽ നടന്നയാള്, 50 കോടിയുടെ സീഷാക്ക മഹൽ പ്രധാനമന്ത്രി അതായിരുന്നല്ലോ അദ്ദേഹത്തെ ആക്ഷേപിക്കാൻ ഇടയായത്. അപ്പോ ഈ ഗാന്ധിസത്തിന്റെ ഒക്കെ പേര് പറഞ്ഞുകൊണ്ട് ഇൻകുലാബ് മുദ്രാവാക്യം ഒക്കെ വിളിച്ച്, ഭഗത് സിംഗിന് സിന്ദാബാദ് ഒക്കെ വിളിച്ച് മുഖ്യമന്ത്രി കസേരയിലേക്ക് വന്നയാള് കസേരയിൽ വന്നു കഴിഞ്ഞപ്പോൾ പിന്നീടുള്ള പ്രവർത്തനങ്ങൾ അത് മറ്റൊരു രീതിയിലേക്ക് മാറി. ഇന്നിപ്പോ അണ്ണാ ഹസാരയുടെ ഒരു പ്രതികരണം കൂടി ഉണ്ടായിട്ടുണ്ട്. കാരണം ഡൽഹി പോലെ ഒരു സംസ്ഥാനത്ത് ആം ആദ്മി പാർട്ടിയിൽ നിന്ന് ഈ മദ്യത്തിന്റെ ദുർഗന്ധം അത് വരാൻ പാടില്ലായിരുന്നു എന്നുള്ളത് അണ്ണാ ഹസാരെ അദ്ദേഹത്തിന്റെ ഷിർദിയിലെ മദ്യത്തിൽ മാത്രം ശ്രദ്ധിച്ചത് കൊണ്ടാണ് കെജ്രിവാളിന് തോൽക്കേണ്ടി വന്നത്. പണത്തിനു പിന്നാലെ പോയി കെജ്രിവാൾ എന്നാണ് അണ്ണാ ഹസാരെ, ഒരുപക്ഷെ ആം ആദ്മി പാർട്ടിയുടെ ഉദയത്തിന് കാരണക്കാരനായ ആൾ, അഴിമതിക്കെതിരെ രാംലീല മൈതാനത്ത് കൊടിപിടിച്ച് സമരം ചെയ്ത് കെജ്രിവാളിനെ കൂട്ടി കെജ്രിവാളിനെ മുഖ്യമന്ത്രി പദത്തിലേക്ക് വരെ എത്തിക്കാൻ കാരണക്കാരനായ ഒരാൾ പറഞ്ഞത്. അതായത് കെജ്രിവാൾ, നിങ്ങൾ തെറ്റു ചെയ്തു, അത് ജനം തിരിച്ചറിഞ്ഞു, വോട്ട് ചെയ്തില്ല, നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ പാർട്ടിയും അപ്പാടെ തുടച്ചു നീക്കപ്പെട്ടു. 27 വർഷങ്ങൾക്ക് ശേഷം, 2.5 പതിറ്റാണ്ടിനു ശേഷം BJP അവിടെ കൊടിപാറിക്കുമ്പോൾ എന്ത് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം കേന്ദ്രഭരണം തുടരെ നേടുമ്പോഴും ഡൽഹി എന്ന പ്രദേശത്തിൻ്റെ ഭരണം പിടിക്കാനാകാതെ പോയവർ തിരിച്ചു വരുമ്പോൾ അപ്പാടെ ഇന്ത്യ സഖ്യം പാളുകയാണോ? ആം ആദ്മി പാർട്ടി അവസാനിക്കുന്നതിൻ്റെ തുടക്കമാണോ? പെട്ടെന്നുണ്ടായ പാർട്ടി എന്ന കാരണത്താലാണ് ആ ചോദ്യവും വരുന്നത്. ഏതായാലും 27 വർഷങ്ങൾക്ക് ശേഷം BJP അധികാരത്തിൽ എത്തുന്നു. BJPക്ക് അഭിമാനിക്കാവുന്ന നിമിഷം, അവരുടെ തന്ത്രങ്ങൾ, ചിട്ടയായ പ്രവർത്തനമൊക്കെ വിജയിച്ചതിൻ്റെ നിമിഷം.